NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഈയിടെ മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഗണേശനുമായിട്ട് ബന്ധപ്പെട്ട മുൻ മന്ത്രി ഗണേശനെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. രണ്ടാമത് ചർച്ച ചെയ്യപ്പെട്ടത് സുകുമാരൻ നായരെ മുഖ്യമന്ത്രിയെ കാണാനുള്ള പെർമിഷൻ നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ശക്തനായ സാമുദായിക സംഘടനാ നേതാവിന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുന്നില്ല. അപ്പം മറ്റു പലരും ഇതിനെ മറ്റൊരു കോണിലൂടെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതായത് NSS നേതാവിനെ കാണാൻ പറ്റിയില്ല, അതാ സമയത്ത് സുന്നി നേതാക്കളെയൊക്കെ അങ്ങോട്ട് പോയി കാണുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു വ്യാഖ്യാനം അതിന് കൊടുത്തു. സത്യത്തിൽ അങ്ങനെയൊരു വ്യാഖ്യാനത്തിന് ഇട നൽകുന്ന ഒരു സംഭവമാണോ അത്? ഇതിന് രണ്ട് തരത്തിൽ നമുക്ക് നോക്കിക്കാണാം. ഒന്ന്, NSS എന്ന് പറയുന്നത് നമ്മൾ ചരിത്രപരമായി കേരള രാഷ്ട്രീയത്തിൽ വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. ഒരു കിങ് മേക്കർ എന്നുള്ള തരത്തിലാണ് NSSനെ നമ്മൾ കേരള ചരിത്രത്തിൽ പലരും വല്ല നിരീക്ഷകരും വിമോചന സമര കാലഘട്ടത്തിന് മുമ്പ് തന്നെ നമ്മൾ തിരുക്കൊച്ചി ഈ സംസ്ഥാന രൂപീകരണം മുതൽ NSSന് ആ തരത്തിലുള്ള വലിയ റോൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രിയെ താഴെ ഇറക്കുന്നതിൽ അത് വിമോചന സമരം അതിന് നായകസ്ഥാനം വഹിച്ചത് NSSന്റെ ആചാര്യനായിട്ടുള്ള മന്നത്തായിരുന്നു. പക്ഷേ ക്രിസ്തീയ താല്പര്യങ്ങളും മറ്റ് മത താല്പര്യങ്ങളൊക്കെ ന്യൂനപക്ഷ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നേതൃത്വം നൽകിയത് NSSന് വലിയ റോളിലായിരുന്നു. പിന്നീട് 60-ലെ പട്ടംതാണുള്ള സർക്കാരും പിന്നീട് ആർ ശങ്കറിന്റെ മന്ത്രിസഭയെ താഴെ ഇറക്കുന്നതിലും കോൺഗ്രസിനെ പുലർന്ന് കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നതിൽ 64 രൂപീകരിക്കുന്ന സാഹചര്യം ഒരുക്കുന്നതിലുമൊക്കെ NSSന് വലിയ റോളുണ്ടായിരുന്നു. പിന്നെ NSS തന്നെ പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസിനോടൊപ്പം നിന്ന് മന്ത്രിസഭയിൽ NDP എന്നുള്ള തരത്തിൽ അധികാരത്തിൽ ഭാഗമായി പരാജയപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നീട് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സമയത്താണ് കരുണാകരൻ NSSന്റെ ജനറൽ സെക്രട്ടറിക്ക് ഒരു സിംഗപ്പൂരിലെ ഹൈക്കമ്മീഷണർ പദവി ഓഫർ ചെയ്തുകൊണ്ട് NSS മുക്തനാക്കിയത്. അപ്പം അതിനുശേഷം ആണ് സുകുമാരൻ നായർ പുറകിൽ നിന്ന്, അതുപോലെ നാരായണ പണിക്കരാണ് മുന്നിലും സുകുമാരൻ നായർ പിറകിലുമായിട്ട്, അതായത് ചങ്ങനാശ്ശേരി താലൂക്കിന്റെ ഭരണത്തിൽ NSS വരുന്നത്. അതിനുശേഷം NSS എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി താലൂക്കിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ NSSന്റെ കേരളത്തിൽ തലയെടുപ്പുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 26ഓളം വിദ്യാലയങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതെ, സ്കൂളുകളുമുണ്ട്. പക്ഷേ മറ്റ് നമ്മുടെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല ഓപ്പൺ ചെയ്തപ്പോൾ NSS കാര്യമായി ശ്രമം നടത്തില്ല. അതുകൊണ്ട് മെഡിക്കൽ കോളേജുകളോ എഞ്ചിനീയറിംഗ് കോളേജോ ഒന്നും NSSന് സ്വാശ്രയ മേഖലയിലില്ല. പക്ഷേ അത്തരം ഒരു റോളാണ് NSSന് ഉണ്ടായിരുന്നത്. അപ്പം പിന്നീട് നമ്മൾ കാണുന്നത് NSS എന്ന് പറയുന്നത് സുകുമാരൻ നായരിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ സുകുമാരൻ നായരെ രക്തബന്ധമുള്ള ആളുകളും കുടുംബാംഗങ്ങളും മാത്രമാണ് NSSന്റെ ബെനിഫിഷ്യറി ആയിട്ട് ഇന്ന് കേരളത്തിലുള്ളത്. മറ്റ് NSSന്റെ സ്ഥാപനങ്ങളൊക്കെ തന്നെ ക്വാളിറ്റി വൈസ് വളരെ പിന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ കേരളത്തിലെ സമസ്ത മേഖലയിൽ നമ്മുടെ NSS ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാ മേഖലയിലും ഇന്ന് NSSന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി. അപ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും ഞെട്ടൽ ഉളവാക്കിയത് NSSന്റെ ജനറൽ സെക്രട്ടറി പത്രസമ്മേളനം നടത്തിയിട്ട് NSSന്റെ റിക്വസ്റ്റ്, അതായത് മുഖ്യമന്ത്രിയെ കാണാനുള്ള റിക്വസ്റ്റ് നമ്മുടെ കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയായി വന്ന VD സതീശൻ റിജക്റ്റ് ചെയ്തു. മാത്രമല്ല അതിന് രണ്ടാമതും ശ്രമിച്ചിട്ടും അവസരം നൽകിയില്ല എന്ന് അദ്ദേഹം വിലപിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ കിങ് മേക്കറായി നിന്ന് NSS എന്ന പ്രസ്ഥാനവും അതിൻ്റെ ജനറൽ സെക്രട്ടറി ഇന്ന് ഈ യാചകനായി മാറി നിന്ന് കരയുന്നൊരവസ്ഥ. അല്ല, പക്ഷെ പല ആളുകളെയും പെരുന്നാൾ സമാധി മന്ദിരത്തിലേക്ക് അങ്ങോട്ട് അവിടെ പുഷ്പാർച്ചന നടത്താൻ പോലും അനുവാദം നിഷേധിക്കും. അതുകൊണ്ട് ഇത്തവണ അങ്ങനെ ആരും പോയില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മന്ത്രിമാരാരും NSSന്റെ ആസ്ഥാനത്തേക്ക് പോയില്ല. എന്നാൽ ചില മന്ത്രിമാർ SNDPയുടെ നേതാക്കളെ, വെള്ളാപ്പള്ളി നടേശനെ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുണ്ടായി. പക്ഷേ NSSനെ ആരും അങ്ങനെ പരിഗണിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ മാത്രമല്ല, എനിക്ക് നമ്മളിവിടെ എടുത്തു പറയേണ്ടത് NSS റിക്വസ്റ്റ് ചെയ്ത് കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായ സംഘടന മുഖ്യമന്ത്രിയെ കാണാൻ ഒരു അപ്പോയിൻമെന്റ് ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുകയും 2 തവണ അപേക്ഷിച്ചും കൊടുക്കാതിരുന്ന കാര്യം ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വിളിച്ചു പറഞ്ഞിട്ട് കേരളത്തിലെ നല്ല ഒരു നായരും അതിനെ ഗവൺമെന്റിനെ അവലംബിച്ചുകൊണ്ടോ സുകുമാരൻ നായരെ പിന്തുണച്ചുകൊണ്ടോ മുന്നിൽ വന്നില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ NSSന്റെ
നേതൃത്വം എത്രമാത്രം അൺപോപ്പുലറായി എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം ഇന്ന് നമ്മൾ ഈ പോപ്പ് എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരാളാണ്. അപ്പം പോപ്പിനെ നമ്മൾ ലോകം ആരാധിക്കുന്ന ക്രിസ്തീയ സഭകളാണ് പോപ്പിന്റെ കരുത്തുന്നത്. കാരണം പോപ്പിന് ജനകീയ സ്വഭാവം കൊടുക്കുന്ന ലോകം മുഴുവനും അവർക്ക് സഭകളുണ്ടെന്നുള്ളതാണ്. അപ്പം അതിൽ വിവിധ തലങ്ങളിൽ ഇടവക മുതൽ ബിഷപ്പുമാർ മുതൽ അങ്ങനെ കർദിനാൾ തുടങ്ങി അങ്ങനെ പോകുന്ന ഒരു 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 ബ്യൂറോക്രാറ്റിക് ലെവൽ പോലെ അതിനകത്തൊരു സംവിധാനമുണ്ട്. ഇത് ഈ നായരുടെ പോപ്പിന് ഈ സഭയില്ല, വെറും പോപ്പ് മാത്രമാണുള്ളത് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് NSS ചുരുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ദിവസമായിട്ട് കേരളത്തിലെ നല്ല ഒരു നായരും സുകുമാരൻ നായർക്ക് പിന്തുണയായിട്ട് വരികയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയ്തത് തെറ്റാണ് എന്ന് പറയുകയോ ചെയ്തില്ല. അപ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ NSS നേതൃത്വം എത്രമാത്രം അവഗണിക്കപ്പെട്ടതിന് വിലയില്ലാതായി എന്നുള്ളതിനൊരു തെളിവാണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ന് സുകുമാരൻ നായരുടെ പുറകിൽ കേരളത്തിലെ പ്രബല നായർ സമുദായം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് ഇതിലൂടെ കാണുന്നത്. അപ്പം മുഖ്യമന്ത്രി അവസരം നിഷേധിച്ചെങ്കിൽ സാധാരണഗതിയിൽ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് മറ്റു സംഘടനകളും നേതാക്കളും രാഷ്ട്രീയക്കാരുമൊക്കെ വരും, അത് മുഖ്യമന്ത്രി ചെയ്തത് ശരിയായില്ല എന്ന് പറയും. ഇത് അങ്ങനെ ആരും പറയുന്നില്ല. ഇപ്പോൾ സുകുമാരൻ നായരെ അപേക്ഷിച്ചു കൊടുത്തില്ല എന്ന് പറയുന്നതിനെ അപലപിക്കാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയ്തത് തെറ്റാണെന്ന് പറയാനായിട്ട് ആരും തയ്യാറല്ല. സമുദായ അംഗങ്ങൾ അത് സ്വാഗതം ചെയ്യാൻ ചെയ്തത്. കാരണം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നോക്കുമ്പോഴും സുകുമാരൻ നായർക്ക് അവസരം കൊടുക്കാത്ത മുഖ്യമന്ത്രിയെ വാഴ്ത്തിക്കൊണ്ടാണ് ആളുകൾ പോസ്റ്റ് ഇടുന്നത്, അല്ലാതെ അത് മുഖ്യമന്ത്രി ചെയ്തത് തെറ്റാണെന്നുള്ളതല്ല. അപ്പോൾ അതായത് NSS നേതൃത്വം നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കാത്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് കാണുന്നത്. മാത്രമല്ല സമസ്ത മേഖലയിലും NSSനെ നശിപ്പിക്കുന്നതിൽ സുകുമാരൻ നായർക്ക് വലിയ റോളുണ്ട്. അപ്പം ചരിത്രത്തിൽ സുകുമാരൻ നായരെ രേഖപ്പെടുത്തുന്നതും NSSന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ആ തരത്തിലായിരിക്കും. അതായത് NSSന് ഏതെങ്കിലും തരത്തിൽ സ്വാധീനമുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും തച്ചുടച്ച് തൻ്റെ കുടുംബത്തിലേക്ക് ഒതുക്കാനും തൻ്റെ രക്തബന്ധമുള്ള ആളുകളിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന തരത്തിലേക്ക് NSSനെ കൊണ്ടുവന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് ഒതുക്കുന്ന സാഹചര്യത്തിലാണ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ ഇന്ന് ഈ സുകുമാരൻ നായരുടെ അവസ്ഥ അത് നമ്മൾ NSSന്റെ അവസ്ഥയെ എന്ന് ഞാൻ കാണുന്നില്ല. NSSന്റെ നേതൃത്വത്തിൻ്റെ അപജയമാണ്, അത് സമുദായത്തിൻ്റെ അപജയമല്ല. അപ്പം സമുദായ അംഗങ്ങൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത്തരം ഒരു നേതൃത്വം സമുദായത്തിന് ഇനിയും വേണമോ എന്നുള്ളത് സമുദായ അംഗങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യമാണ് സുകുമാരൻ നായർ തന്നെ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം. പുതിയ മുഖ്യമന്ത്രി അദ്ദേഹം നായർ മാത്രമല്ല മേനോനാണെന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുവരെ ജാതി പറയാതിരുന്ന ഒരാൾ സ്വയം മേനോൻ എന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ NSSനോട് ഈ തരത്തിലുള്ളൊരു സമീപനം സ്വീകരിച്ചെങ്കിൽ അത് തീർച്ചയായിട്ടും സമുദായത്തോടുള്ളൊരു സമീപനമല്ല, സുകുമാരൻ നായരുടെ കഴിവില്ലായ്മയ്ക്ക് കൊടുത്ത ഒരു അംഗീകാരമായിട്ട് തന്നെ കണ്ടാൽ മതി. അതുകൊണ്ട് സമുദായ അംഗങ്ങൾ ഈ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുകയും ഈ സംഘടനയെ എങ്ങനെ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാവും.